നിലവിൽ ഈ പറഞ്ഞപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയാത്ത പല പാരന്റ്സും സ്റ്റുഡൻസും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിനെ പറ്റി ഡീപ്പ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം ഡിപ്ലോമ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മൊബൈൽ ഫോൺ ടെക്നോളജി. പലർക്കും അത് അറിയില്ല. അത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ ഞാനിതിൽ പറയാം, അത് നമുക്കൊരു ഈ കോഴ്സിന്റെ പേര് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്നാണ്. അതായത് ഒരു മൊബൈൽ ഫോണിന്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ചിപ്പ് ലെവല്, അപ്ഡേഷൻസ്, മെയിൻ്റനൻസ്, സർവീസ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക എന്നുള്ളതാണ് KMIT ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കോഴ്സിനെ പറ്റി ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 8 മാസമാണ്. 8 മാസം. അതെ, ടോട്ടൽ അതിന്റെ ഡ്യൂറേഷൻ 8 മാസമാണ് വരിക. 8 മാസത്തിൽ നമ്മൾ 6 മാസം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വന്ന് കോഴ്സ് ട്രെയിനിങ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ആർട്സ് കോഴ്സ് പോലെ അല്ലല്ലോ, ഇതൊരു നമ്മളൊരു പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രാക്ടിക്കൽ ചെയ്ത് പഠിച്ച് പരിശീലിപ്പിച്ച് വേണം ഇതിന് നമ്മൾ ഓരോ മാർക്കറ്റ് കറക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓൺലൈനായി ചെയ്യാൻ പറ്റൂല. കുട്ടി 6 മാസം നിർബന്ധമായിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വരണം. എന്നിട്ട് കോഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് 2 മാസം ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യാം. ഈ ട്രെയിനിങ് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിക്കോ അല്ലെങ്കിൽ ഒരു സെന്ററിക്കോ കുട്ടീനെ വെറുതെ വിടില്ല ചെയ്യാം. ഒരു സീനിയർ ടെക്നീഷ്യന്റെ അണ്ടറിൽ നമ്മൾ അയാളുടെ സൂപ്പർ അല്ലെങ്കിൽ അയാളുടെ ഒരു നിയന്ത്രണത്തിൽ അയാള് വർക്കും കാര്യങ്ങളും ഒരു സീനിയർ ടെക്നീഷ്യൻ നോക്കുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ വിടുകയാണ് ചെയ്യുക. അങ്ങനെ 2 മാസം ഇവിടുന്ന് കോഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് കുട്ടി ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഒരു റിയൽ ടെക്നീഷ്യൻ എക്സ്പീരിയൻസും കൂടി കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിക്ക് നമ്മൾ പ്ലേസ്മെന്റും കാര്യങ്ങളും കൊടുക്കുക. അതാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു 8 മാസത്തെ കോഴ്സിൽ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഈ 8 മാസം കഴിഞ്ഞാൽ ട്രെയിനിങ് കുട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 9ാമത്തെ മാസം മുതൽ നമ്മൾ തന്നെ ജോലിയാക്കി കൊടുക്കും. കുട്ടികൾ ജോലി അന്വേഷിച്ച് നടക്കുകയോ അല്ലെങ്കിൽ CV ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഇന്റർവ്യൂകളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട, നമ്മൾ തന്നെ അവർക്ക് ജോലിയും കാര്യങ്ങളും ആക്കി കൊടുക്കുകയാണ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ.